മിനിസ്റ്റർ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്, അത് അവഗണിച്ച് തന്നെ പോവുകയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് മിനിസ്റ്റർ സൂചിപ്പിച്ചതുകൊണ്ടാണ്, ആ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വൈകാരികമായി തന്നെ കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെ എടുക്കുകയും അതിലെവിടെയെങ്കിലും ഒരു വീഴ്ചയുടെ ഒരു കണികയുണ്ട് എങ്കിൽ അതിൽ വലിയ അതൃപ്തി രൂപപ്പെടുകയാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു അതൃപ്തി രൂപപ്പെടുത്താൻ പാകത്തിലുള്ളൊരു പ്രചാരണം ചില കോണുകളിൽ നിന്ന് രൂപപ്പെട്ടു. പക്ഷേ അതിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയി. ഭക്ഷണം ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്ന മട്ടിൽ ചില പ്രചാരങ്ങളോ ചില വീഡിയോകളോ ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നു, ഇന്നലെ വൈകുന്നേരം കളക്ടർ തന്നെ ഓരോ പ്രദേശത്തെയും വിതരണം ചെയ്ത ഭക്ഷണത്തിൻ്റെ കണക്കടക്കം സൂചിപ്പിച്ചുകൊണ്ട് വളരെ അക്കൗണ്ടബിളായി ചെയ്ത കാര്യങ്ങൾ കൂടി പറയുന്നതും വാർത്തയായി വന്നു. പക്ഷേ അതിന് വലിയ ലൈഫ് ഉണ്ടായില്ല അത്തരം പ്രചാരണത്തിന്. പക്ഷേ അങ്ങനെ കുറേ വീഡിയോകളൊക്കെ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. ചില താല്പര്യങ്ങൾ അതിനകത്ത് നിഴലിക്കുന്നുമുണ്ടാകും. പല താല്പര്യങ്ങൾ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിൽ കയറി പിടിക്കാം, നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെയാകാം. പക്ഷേ അതുള്ളത് കൊണ്ട് തന്നെ അതും പറഞ്ഞു പോകേണ്ടതല്ലേ? അത്തരം ചില താല്പര്യക്കാർ അവിടെ എന്തുകൊണ്ട് ശക്തമായൊരു നിലപാട് താങ്കൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എടുക്കേണ്ടി വന്നു? എടുത്തതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഏതെങ്കിലും നേരത്തെ രൂപപ്പെട്ടോ, അതോ അതൊരു കേവലം പ്രചാരണം മാത്രമാണോ? അതിനെയും കണ്ടുകൊണ്ട് തന്നെ വളരെ മികച്ച ഭക്ഷണം സമയാസമയങ്ങളിൽ കൃത്യതയോടെ തന്നെ എത്തേണ്ട ഇടങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സമഗ്രമായ സംവിധാനം അവിടെ ഉറപ്പിച്ച് മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അല്ല, അനാവശ്യമായ വിവാദങ്ങൾ, അത് അനാവശ്യമല്ല, ഒരു വിവാദവും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാകെ നിരാശരും വലിയ മനോവേദനയിലാണ്. അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അവർക്ക് ആത്മവിശ്വാസം നൽകേണ്ട ഘട്ടത്തിൽ അനാവശ്യമായ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടുതൽ കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എല്ലാ സംഘടനകളും ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട്. ആ മുൻകൈ എടുക്കുന്ന സംഘടനകളെയൊന്നും ഞങ്ങൾ ആരും ചെറുതായി കണ്ടിട്ടില്ല. അവരൊക്കെ അവരെടുക്കുന്ന എഫേർട്ടിനെ വലിയ നിലയിൽ ബഹുമാനിക്കുകയാണ് ചെയ്തത്. എന്നാൽ ജില്ലാ കലക്ടറുടെ മുമ്പാകെ ആർമിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ വന്നു എന്ന് മാത്രമല്ല, പല നിലയിലുള്ള പിരിവുകൾ പല ഭാഗത്തായി നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും വന്നു. അപ്പോൾ ഇങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഭക്ഷണത്തിൻ്റെ സുരക്ഷ, അതായത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് പ്രധാനമാണെന്നുള്ളത് കൊണ്ടൊരു പരിശോധന നടത്താനും ഒരു കേന്ദ്രത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കാനും ഞങ്ങൾ ആലോചിച്ചത്. അതിൽ തെറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം ഒരു പരിശോധന, ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ പരിശോധന നടത്തി ആ പരിശോധനയുടെ ഭാഗമായി സർക്കാർ സംവിധാനം ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത് എല്ലാവരും യോജിപ്പോടുകൂടി അംഗീകരിക്കേണ്ട കാര്യമല്ലേ? എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ചൊരു ഒരു പരിശോധന നടത്തി മുന്നോട്ട് പോകണ്ടേ? അത് അവർക്ക് കൊടുക്കില്ല. പ്രത്യേകിച്ച് ആർമിയും നേവിയും അടങ്ങിയ കേന്ദ്രസേന ഉൾപ്പെടെ ഇല്ലേ? എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്നവർ നേരെ തിരിച്ചല്ലേ കാര്യങ്ങൾ പറയുക? സർക്കാർ ഇതിലൊന്നും ഒരു തരത്തിലുള്ള പരിശോധനയും നടത്തിയിട്ടില്ല, സർക്കാർ സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ചിട്ടില്ല, ഇടപെട്ടിട്ടില്ല എന്ന് പറയില്ലേ? അപ്പോൾ കലക്ടർ അങ്ങനെ ഒരു നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വീകരിച്ചത്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊന്നും ആരും തടസ്സമില്ല. പക്ഷേ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം ഇതുപോലെ പരിശോധനയിലൂടെ നൽകുക എന്നുള്ളതൊരു സർക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പുറത്ത് അതിൻ്റെ ഭാഗമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആരും എതിരല്ല. അത് തുടക്കത്തിൽ സർക്കാരിൻ്റെ നിലപാടിൽ എവിടെയും വന്നിട്ടില്ല. ബെയിലി പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്നുള്ള നിലയിൽ തന്നെയാണ്. അത് വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അതിൽ നിലപാട് സ്വീകരിച്ചാണ്. ഇപ്പോൾ പറയുന്ന അഭിപ്രായ വ്യത്യാസവും പ്രയാസവും ഉണ്ട് ചിലർക്ക് എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞാൻ ബന്ധപ്പെട്ടവരെ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ തന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട്, വൈറ്റ് ഗാർഡ് ഒരു യുവജന സംഘടനയുടെ കീഴിലുള്ളതാണ്. ആ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വിളിച്ചു. പാണക്കാട് മുനവ്വർ അലി തങ്ങളെ തന്നെ ഞാൻ രാവിലെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഈ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. ഈ പറയുന്ന നരിപ്പറ്റയിലെ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടതിന് നേതൃത്വം കൊടുക്കുന്നവരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പോലീസ് അവരോട് മോശമായി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റോ മോശമായി പെരുമാറി എന്നുള്ളതാണ്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു അവരോട്, ഇതുവരെയും പോലീസ് എടുത്ത സമീപനം സൗഹാർദ്ദപരമായ സമീപനമാണ്. വളരെ ക്ഷമയോടുകൂടിയാണ് പോലീസ് എല്ലാ പ്രയാസം അനുഭവിക്കുമ്പോഴും ആളുകൾ അവിടെ മാനേജ് ചെയ്യുന്നത്. അവിടെ വരുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ പോലീസ് ഹെഡിനെയും അവിടെയുള്ള ചുമതലയുള്ളവരെയും വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതോടൊപ്പം ഈ പറയുന്ന സംഘടന ഉൾപ്പെടെ ഇതിനെ ഇറങ്ങുന്ന എല്ലാവരെയും അതേ അർത്ഥത്തിലും ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്, കാണുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും പറയുകയും ചെയ്തിരുന്നു. അവർ നടത്തുന്ന സേവനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു രീതിയില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ഇതിൽ നിലപാട്. ഒരേ സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സംഘടനകൾ സഹായിക്കാൻ വരുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നന്നായി നടക്കണം, ഏറ്റവും നല്ല നിലയിൽ പോകണമെങ്കിൽ അതിന് ജനകീയ പിന്തുണ വേണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ പിന്തുണയും വേണം. അതിൽ ഏതെങ്കിലും സംഘടന വേണ്ട എന്നൊരു നിലപാട് ഞങ്ങൾ എടുക്കുമോ? ഇങ്ങനെ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണോ ഞങ്ങൾ? അല്ല, അതെല്ലാവർക്കും അറിയാം. എന്നാൽ തെറ്റായ ചില പ്രചരണങ്ങൾ അതിൻ്റെ ഭാഗമായി നടന്നു. വളരെ മോശമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചിലർ നടത്തി. പക്ഷെ ഞങ്ങളാരും അതിന് മറുപടി പറയാൻ തയ്യാറല്ല. കാരണം ഈ ഉണ്ടാക്കിയൊരു യോജിപ്പുണ്ടല്ലോ, ആ യോജിപ്പിനൊരു പ്രയാസവും ഉണ്ടാകരുത്, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഇവിടെ ഏത് സംഘടന ആയിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ ഏത് നിലയിലുള്ള സേവനം നടത്തുന്നതിനും ഈ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അത് സർക്കാരിനെ കൂടുതൽ കരുത്ത് പകരുന്നതായി കാണുന്നവരാണ് ഞങ്ങളെല്ലാവരും. എന്നാൽ ചില കാര്യങ്ങൾ ചില നിയന്ത്രണം വേണം. അപ്പോൾ ക്യാമ്പിൽ ചില നിയന്ത്രണം വേണ്ടേ? ക്യാമ്പിൽ അങ്ങനെ ഒരു നിയന്ത്രണം വരുത്തുന്നത് ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടായിട്ടാണോ? ക്യാമ്പിൽ സന്ദർശനം നടത്താൻ വരുന്ന ചില ആളുകൾ വരേണ്ടതില്ല, അല്ലെങ്കിൽ വീഡിയോ ചിലരെടുത്തോ ചിലരെടുക്കേണ്ടതില്ല, അങ്ങനെ ഒരു സമീപനമാണോ? തുടക്കത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്ന പരാതികൾ, ക്യാമ്പിലുള്ളവർ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയ പരാതികളുടെ ഭാഗമായിട്ടല്ലേ പിന്നെ ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ആ തീരുമാനം കേരളത്തിലെ പൊതു സമൂഹമാകെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമല്ലേ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനമല്ലേ എടുത്തത്. എന്നാൽ അതിനും പല നിലയിലുള്ള പ്രചരണം നടത്തുന്നു. അന്നം മുടക്കികൾ എന്നുള്ള പ്രചരണം വരെ നടത്തുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഞങ്ങൾ ഓരോരുത്തരെയും ആക്ഷേപിക്കാൻ വേണ്ടി അതിലെ നിലപാട് സ്വീകരിക്കുന്നു, വലിയ നിലയിലുള്ള പ്രചരണം നടത്തുന്നു. ആ പ്രചരണം നടത്തുന്നതിനൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. ആ പ്രചരണം നടത്തുന്നതിന് ഓരോന്നോരോന്നിനും മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പം അതിൻ്റെ ഘട്ടമല്ല. ഇപ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രയാസം അനുഭവിക്കുന്നവരുടെ സ്ഥിതിയും അതാണ്. നമുക്കറിയാം, എല്ലാവരും ഒന്നിച്ച് നിന്നില്ല അവരുടെ ആത്മവിശ്വാസം കുറയും, അത് വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഇപ്പോൾ മറുപടി കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിലും കൃത്യമായ ന്യായം ഉണ്ടെങ്കിലും മറുപടി പറയുന്നില്ല. ഏത് നിലയിലും വ്യക്തിഹത്യ നടത്തിക്കോട്ടെ, ഞങ്ങളെ ആക്ഷേപിച്ചോട്ടെ, ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ സമചിത്തതയോടുകൂടി സർക്കാർ അതിൽ നിലപാട് സ്വീകരിക്കും. ഒരു തരത്തിലുള്ള വിവാദത്തിന് കത്തിക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാം എന്ത് വേണമെങ്കിലും ആക്ഷേപം നടത്തിക്കോട്ടെ, ആക്ഷേപം ക്ഷമയോടുകൂടി കേൾക്കും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിപ്പിക്കാവുന്ന എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇങ്ങനെ അനാവശ്യ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിന് കൂടുതൽ വലിപ്പമുണ്ടാക്കാൻ ഇടപെടുക എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ.